ഹൈ ഫ്രണ്ട്സ്, പലർക ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഒറ്റ സ്ട്രെച്ചിലുള്ള വീഡിയോ ആയിരിക്കും. മേശയൊക്കെ അലങ്കോലൊക്കെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇന്നൊരു വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂട്ടോ. നിൻ്റെ ശബ്ദത്തിനെ സൗണ്ടില്ല, അതിൻ്റെ കൂടുതലാണ് നിൻ്റെ ഒരു മ്യൂസിക്കും. സംബന്ധിച്ചിട്ട് ഞാൻ കുറേ 2 വർഷം മുന്നേ ഹാർഡ് ഡിസ്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ വെച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റാണത്. സംഭവം അതിന് നല്ല മ്യൂസിക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണം ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ നേരം കിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനത് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഒറ്റ സ്ട്രെച്ചിലാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ലെങ്തായി പോകും. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഇരിക്കുക. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതെന്താവട്ടെ, നമ്മുടെ അടുത്ത് കുറച്ച് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇത് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അതൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ഹാർഡ് ഡിസ്ക്കാണ്. സോറി, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, അതേപോലെ ഇവിടെയുണ്ട് കുറച്ച് കംപ്ലൈൻറ്റുള്ള ഹാർഡ് ഡിസ്ക്, കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളത്. ഇതൊക്കെ ഞാൻ സ്പെയറിന് വേണ്ടി കൊണ്ടുവച്ചാണ്. ഇത് റെഡിയായി നിൽക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ എന്തോ സംഭവം ആകട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അറിയാത്തവർ കാണുക, അറിയാവുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ട ടൈം ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഹാർഡ് ഡിസ്ക്, 500 GB ഹാർഡ് ഡിസ്ക്കാണ്. ഇതിനടിയിൽ ഒരു ലോജിക് ബോർഡ് ഉണ്ടാവും. ആ ലോജിക് ബോർഡ് ഞാൻ റിമൂവ് ചെയ്തു. ഇനി ഉൾഭാഗം നമുക്ക് അഴിച്ച് നോക്കാം. ഉൾഭാഗം അഴിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു നല്ല മിറർ ഫിനിഷ് ഉള്ളൊരു സാധനമുണ്ട്. അതിനാണെങ്കിൽ പ്ലേറ്റർ എന്ന് പറയാം. അതിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതിങ്ങനെ റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ ഈ ഹെഡ് ഇതിന് മേലെ നിന്ന് ഇങ്ങനെ മേലേക്ക് താഴേക്ക് മൂവ് ചെയ്യും. ഇതിപ്പോൾ റിമൂവ് ആക്കി വെച്ചേക്കാണ്, അതുകൊണ്ട് എനിക്കങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഈ പ്ലേറ്റ് ഡാമേജ് ആവും. അപ്പോൾ ഇതിനുള്ളിൽ വരുന്നത് ഒരു മാഗ്നറ്റ്, മേലും താഴെ മാഗ്നറ്റ്, ഇതിനെ മൂവ് ചെയ്യാനുള്ള മാഗ്നറ്റ്, ഫീൽഡ് ഉണ്ടാക്കാനുള്ള മാഗ്നറ്റ് ഉണ്ടാവും. ഡിസ്പ്ലേയുടെ നടുവിൽ ഈ കറുത്ത ലൈൻ വരുന്ന വേറൊന്നും കൊണ്ടല്ല, FPS ഫ്രെയിംസ് പെർ സെക്കൻഡിൻ്റെ മാച്ചിങ്ങിൻ്റെ പ്രശ്നമാണ് ലൈറ്റിൻ്റെ, അത് വിടുക. ഇതാണ് ഹെഡ് വരുന്നത്. ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇതെനിക്ക് യൂസ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊന്നും ആരും ചെയ്ത് നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ്. ഓക്കെ, ഇതാണ് ഹെഡ് വരുന്നത്. അപ്പോൾ സിംഗിൾ പ്ലേറ്ററാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഹെഡ് വരുന്നത്. ആ ബ്ലാക്ക് ലൈന് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ, കാരണം അത് ക്യാമറയിൽ അങ്ങനെയാണ് മാച്ച് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു മോട്ടർ ഈ പ്ലേറ്റിനെ കറക്കുന്നു, ഈ ഹെഡ് മേലോട്ടും താഴോട്ടും മൂവ് ചെയ്ത് കറസ്പോണ്ടിങ് സെക്ടറിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരിക്കലും നിങ്ങൾ അഴിക്കരുത്. ഉള്ളിൽ പൊടി കയറി കഴിഞ്ഞാൽ സാധനം ചത്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അത് അഴിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാക്കിയതാണിത്. ഇതും സെക്യൂർ ഒന്നും അല്ല, എന്നാലും തമ്മിൽ ഭേദം തൊമ്പെന്ന് പറയുന്ന പോലെ ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് വരുന്നത് ഈ ബോർഡ് പോകാമെന്നുള്ളതാണ്. അത് റെയറാണ് വെച്ചാൽ റെയറാണ്, എന്നാൽ റെയറല്ല, ആ ഒരവസ്ഥയാണ്. അത് ഓരോരുത്തരെയും സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. പവറിൻ്റെ പ്രശ്നമാണെങ്കിൽ ബോർഡ് പോവും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു ഓഫ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് പോകാനും സാധ്യതയുണ്ട്, ആ ഹെഡ് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ WDയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഹെഡ് പോകുന്നൊരു പ്രശ്നം. അതേപോലെ ബാഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഡിസ്ക് ഉണ്ടല്ലോ, ആ ഡിസ്കിനെ സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സെക്ടറിൽ ഓരോന്നിനും കംപ്ലയിൻറ്റ് വരുന്നതാണ്. നമുക്കത് ഫിസിക്കലി വിസിബിൾ അല്ല, ലോജിക്കൽ പ്രോബ്ലം ആണ്. ചില സമയത്ത് നമുക്കത് സ്ക്രാച്ച് കാണും, അത് സാധനം നിലത്ത് വീണിട്ടൊക്കെ പോകുന്നതാണ്. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. റിപ്പയർ മീൻസ് ഡാറ്റ ആ ഒരു ഏരിയയിലെ ഡാറ്റ പോകും. അത് ബാഡ് സെക്ടർ ആണെങ്കിലും പോകും. അതേപോലെ അവിടെ ഫിസിക്കലി സ്ക്രാച്ച് ഉണ്ടെങ്കിലും ആ ഡാറ്റ പോകും. പിന്നെ അത് സാധാരണ ഒരു ടീമിന് ചെയ്യാൻ പറ്റില്ല, അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല റേറ്റും ആവും. അപ്പോൾ അതാണ് WDയുടെ കേസ് വരുന്നത്. പിന്നെ വരുന്നതാണ് സെഗേറ്റിൻ്റെ കേസ് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പെട്ടെന്നൊരു ദിവസം ഡിക്റ്റേറ്റ് ആവാതിരിക്കുകയും പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 GB അല്ലെങ്കിൽ 4 GB ഒക്കെ ഇതിനകത്ത് നമുക്ക് യൂസബിൾ മെമ്മറി കാണുള്ളൂ. സംബന്ധിച്ചാൽ ഇതിന് ഉള്ളിലെ ബോർഡിലെ ബയോസ് പോകുന്നതാണ്, ഫേംവെയർ പോകുന്നതാണ്. കോമൺ അങ്ങനെയാണ്. ചിലത് ബോർഡ് പറ്റ പോകുന്നതും കംപ്ലൈൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സെയിം സാധനത്തിൻ്റെ ബോർഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് ഈ ബയോസ് IC. ഈ ICയിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി ഫങ്ഷനാലിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇതാണ് മെയിൻ. ഇത് കത്തിക്കഴിഞ്ഞാൽ സാധാരണ ഒരു റിക്കവറി ടീമിന് ചെയ്യാൻ പറ്റില്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ടീമിനടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. 5 ലക്ഷം രൂപയുടെ എക്യുപ്മെൻ്റ് ഉണ്ട്, PC 3000 എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബോർഡ് പോയാലും കുഴപ്പമില്ല. ഈ 2 IC ഇത് ചിലതിലൊന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഇത് ഒരുപാട് ബോർഡുകൾ എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ഈ ഒരു WDയുടെ ബോർഡ് നോക്കുകയാണെന്ന് ഇതുണ്ടോ, സിംഗിൾ ഒറ്റൊന്നേ ഉള്ളൂ. ഓക്കെ, ഇത് റാം പോയ ഒരു ഹാർഡ് ഡിസ്ക് ആയിരുന്നു. റാം ബോർഡ് മാറ്റി ബയോസ് IC മാറ്റി റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കേസിൽ ബോർഡ് പോയതാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു മൊബൈൽ കടക്കാരുടെ അടുത്ത് കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. സെയിം ബോർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ സീരിയൽ നമ്പർ ഉണ്ടാവും. എവിടെയെങ്കിലും പാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ കാണാൻ പറ്റും.
ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സീരിയൽ നമ്പർ ഉണ്ട്. ഈ നമ്പർ കറക്റ്റായിട്ട് മാച്ചാണ്. ഈ റവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് എയോ ബിയോ സിയോ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ഫസ്റ്റത്തെ നമ്പർ മാച്ചായാൽ മതി. നമ്പർ മാച്ചായി ഓക്കെ ആണെങ്കിൽ ചില കേസിൽ ഈ IC ഒക്കെ മാച്ച് ആവേണ്ടി വരും, പക്ഷേ മാക്സിമം അങ്ങനെ മാച്ച് ചെയ്തേ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോർഡിലേക്ക് ഈ അടിച്ച പോയ ബോർഡിൻ്റെ ഈ IC മാറ്റിയിട്ടാൽ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും WDയുടെ കേസിലാണെങ്കിൽ. പക്ഷെ നേരെ മറിച്ച് ഹിറ്റാച്ചി പോലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഹിറ്റാച്ചി അല്ലെങ്കിൽ HGST പോലുള്ള ഹാർഡ് ഡിസ്ക് ഭയങ്കര പ്രശ്നക്കാരാണ്. കാരണം ഇതൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ആ ബയോസൈസ് മാറ്റിയാലൊന്നും നടക്കില്ല. ബയോസൈസ് മാറ്റിയാൽ നടക്കാത്ത ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഹിറ്റാച്ചി. ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ കുറേ റിക്കവറി അറ്റംപ്റ്റ് നടത്തിയൊരു ബോർഡാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഈ സാധനം പിന്നെ വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയാണുള്ളത്. ഇതിലിപ്പോൾ ബോർഡിൽ ഫുള്ളായിട്ട് ഇതുണ്ട്, ഇതൊക്കെ പോയതാണ്, ഇതൊക്കെ അടിച്ചു പോയതാണ്. ബോർഡിൽ ഫുള്ളായിട്ട് IC ഉള്ള ഒരു ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബോർഡ്, ഇതതിൻ്റെ മെയിൻ കൺട്രോളർ യൂണിറ്റ്. നിങ്ങൾ CPU എന്ന് വിളിച്ചോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിച്ചോ. ഇതിൻ്റെ CPU മെയിൻ IC, ഇത് റാം അറിയാലോ, റാം IC. അതേപോലെ ഇവിടെ ബയോസ് IC. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അത്ര ചിന്തിച്ചാൽ മതി. ഇത് മോട്ടോറിനെ കൺട്രോൾ ചെയ്യാനുള്ള IC ആണ്. മോട്ടോർ കറങ്ങുന്നില്ലെങ്കിൽ ഈ ഒരു IC അത് എല്ലാ ബോർഡും നോക്കിയാൽ ഏകദേശം അതേപോലത്തെ ഒരു സാധനമായിരിക്കും. സീഗേറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സെയിം ആയിട്ടുള്ളൊരു ഒരു IC നിങ്ങൾക്ക് കാണാം. അതേപോലെ WDയുടെ നോക്കിയാൽ WDക്കും അതേപോലൊരു മോട്ടോർ കൺട്രോളർ IC ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് പോകുന്നതാണ് മോട്ടോർ വർക്ക് ചെയ്യാൻ പ്രധാനമാണ്. ചില കേസിൽ ഉള്ളിലെ മോട്ടറിൻ്റെ കാലാവധി കഴിഞ്ഞും പോകാറുണ്ട്, അത് റെയറാണ്, അധികം ഇല്ല. അധികം പോകുന്നത് ബോർഡായിരിക്കും. മോട്ടർ കറങ്ങുന്നില്ല, അധികം ബോർഡിൻ്റെ കംപ്ലയിൻ്റാണ്. ഇവിടെ ഒരു IC ഉണ്ട്, അത് ഓരോന്നിനും ഓരോന്നായിരിക്കും. പിന്നെ റാം ആവശ്യമുണ്ട്. പക്ഷേ ഈ കേസിൽ, ഈ WDയുടെ കേസിൽ അതേപോലെ ഈ സീഗേറ്റിൻ്റെ കേസിലൊന്നും നമുക്ക് സ്വാപ്പ് ചെയ്ത് മാറ്റുമ്പോൾ ഈ റാം ഒന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ഹിറ്റാച്ചിയുടെ കേസ് വരുമ്പോൾ ഇതൊരു പ്രശ്നക്കാരനാണ്. ഇതിനകത്ത് ഡാറ്റ ഉണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം റാം ഞാൻ പഠിച്ച കേസിൽ ഇത് പവർ പോകുന്നതോട് ഡാറ്റ പോകുന്നതാണ് എനിക്കറിയുള്ളൂ. അപ്പോൾ ഹിറ്റാച്ചിയുടെ കേസ് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുക ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നമുക്ക് മാക്സിമം പറ്റുന്നത് ബോർഡ് ലെവലാണ്, നോ രക്ഷ. അപ്പോൾ ഇത്രയാണ് ഒരു ഐഡിയ പറയാനുള്ളത്. ഇനി കംപ്ലയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് ബാഡ് സെക്ടർ വന്നൊരു ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷമുള്ള ഇതിൻ്റെ അവസ്ഥ ഞാൻ കേൾപ്പിച്ചുതരാം ആദ്യം. അപ്പോൾ ഞാൻ അതിൻ്റെ മൈക്കൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇത് ബാഡ് സെക്ടർ മാത്രമല്ല, ഹെഡും കംപ്ലയിൻ്റ് ഉണ്ട്, അത് നിങ്ങൾ കേട്ടോ. കേട്ടല്ലോ, നിങ്ങളതിലൊരു ക്ലിക്കിംഗ് നോയ്സ് കേട്ടില്ലേ, അതതിൻ്റെ ഹെഡ് പോയതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഹെഡ് മാറ്റി വെച്ച് യൂസ് ചെയ്യല്ല, ഡാറ്റ എടുക്കാറുണ്ട്. ഇത് വർക്കിംഗ് ആണ്. ഇത് ബാഡ് സെക്ടർ ഉള്ളത് കൊണ്ടും ഹെഡിൻ്റെ ഡാമേജ് ഉള്ളത് കൊണ്ടും ഇത് യൂസബിൾ അല്ല. അപ്പോൾ ഹെഡ് കംപ്ലയിൻ്റ് വന്ന് ഈ ക്ലിക്കിംഗ് നോയ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക, ഡാറ്റ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ സാധനം വലിച്ചെറിയുക. കാരണം അത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് 100% ഞാൻ ഉറപ്പ് പറയാം. പറ്റില്ല, റിപ്പയർ ചെയ്ത് ഒരിക്കലും ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബോർഡ് ലെവലാണെങ്കിൽ ഓക്കെ, ഇൻറ്റേർണലി ഇതിനുള്ളിൽ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യരുത്, അത് വെറും മണ്ടത്തരമാണ്. ബോർഡാണെങ്കിൽ ഓക്കെ, അതും സെയിം സീരിയൽ നമ്പർ തന്നെയാണ്. അതൊക്കെ സെയിം സീരിയൽ നമ്പറുള്ള ബോർഡുകളാണ്, കുറേ ഉണ്ട്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ബാഡ് സെക്ടർ ഒന്നാണ്, പക്ഷേ ഇത് റീഡബിൾ ആയിരുന്നു. പിന്നെ ഈ അടുത്ത് പോയതാണ്, ഇത് മാക്സിമം ഇപ്പോൾ പോയി, അതിനുള്ളിൽ കംപ്ലയിൻ്റ് ആയി പോയി. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ബാഡ് സെക്ടർ വരുന്ന കേസിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു ഡിവൈസ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 എണ്ണം ഒപ്പം റീഡ് ചെയ്യാന്നുള്ളതല്ല, ഇതിൽ ക്ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഇവിടെ എയിലിടുന്ന ഹാർഡ് ഡിസ്കിനെ B എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഹാർഡ് ഡിസ്കിലേക്ക് ക്ലോൺ ചെയ്യാനുള്ളൊരു ഫീച്ചറുണ്ട്. ഇത് ഒറ്റൊന്നുള്ള ഒരു ഇതാണ്, ഇതുകൊണ്ട് കാര്യമില്ല. ഇതുപോലത്തെ ഏതെങ്കിലും HDD USB ആക്കുന്ന കേസ് ആരുടെയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ് സെക്ടർ ഉള്ള ഡ്രൈവിനെ അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് 500 GB ഉള്ളൂ, ഈ 500 GB ഉള്ള അതേ വേറൊരു ഹാർഡ് ഡിസ്ക്, 500 അല്ലെങ്കിൽ 1 TB 2 TB എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഹാർഡ് ഡിസ്ക്. ഇപ്പോൾ സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുക, ഇത് വർക്കിംഗ് ആയിരിക്കണം, ഇതിൽ ബാഡ് സെക്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു ഫ്രഷ് അല്ലെങ്കിൽ യൂസ്ഡ് ഫോർമാറ്റ് ആവും, ഇതിൽ ഡാറ്റ ഒന്നും ഉണ്ടാവരുത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓണാക്കിയിട്ട് ക്ലോൺ ചെയ്യാനുള്ള ബട്ടൺ ഞെക്കുമ്പോൾ ഇതിലുള്ള ഡാറ്റ ഇതിലേക്ക് ക്ലോൺ ആവും. ഈ ക്ലോൺ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് ബാഡ് സെക്ടർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ സാധ്യത കുറവാണ്. അതെന്താ വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ വളരെ സ്ലോ ആയി വരിക, അതായത് ചില ഫോൾഡർ തുറക്കുമ്പോൾ ഭയങ്കര ലാഗ്,
പിന്നെ പെട്ടെന്നൊരു വോയിസ് റീഡ് ആവാതെ വരുന്നു, പിന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ യൂസബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്ന മെസ്സേജ് വരികയാണ്, ബാഡ് സെക്ടറാണ്. ആ കേസിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരിക്കലും അതിനെ നശിപ്പിക്കരുത്. ഓക്കെ. പിന്നെ അപ്പോൾ WD കേസ് അത് കഴിഞ്ഞു. ബാഡ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ഇത് യൂസ് ചെയ്യാം, പക്ഷേ അതിനൊരു പ്രൈമറി ഡ്രൈവായിട്ട് യൂസ് ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യുക, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത സിനിമ, പാട്ട് കാര്യങ്ങളൊക്കെ മാത്രം എടുത്തു വെക്കുക. പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള ലെവലുണ്ട്. പിന്നെ അടുത്ത കേസാണ് ഞാൻ ഈ പറഞ്ഞ സിഗരറ്റിൻ്റെ കേസ്. സിഗരറ്റിൻ്റെ കേസിൽ വരുന്നത് ബാഡ് സെക്ടർ ഇഷ്യൂ വരാറുണ്ട്, ഹെഡ് കംപ്ലയിൻ്റ് ആവാറുണ്ട്. ബാഡ് സെക്ടർ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക. ഹെഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ബാക്കപ്പ് ചെയ്യുന്ന പരിപാടി അങ്ങനെയുള്ള എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക. ഒറ്റയ്ക്ക് ചെയ്യരുത്, കാരണം അഴിക്കണം. പിന്നെ വരുന്നതാണ് ബോർഡ് കംപ്ലയിൻ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡ് സെയിം ബോർഡ് ഒപ്പിച്ച് മൊബൈൽ അടക്കാരുടെ ഹെൽപ്പോട് കൂടി സാധനം മാറ്റിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അത് അത്രയ്ക്ക് റിസ്ക് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡാറ്റയ്ക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കരുത്. ഓക്കെ. ഒരു ട്രൈ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ, പോയാൽ പോയി കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രം ശ്രമിക്കുക. ഇതിൽ വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഈ ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡ് ഇതിനൊന്നൊരു കുഴപ്പമില്ല, ഉള്ളിൽ ഹെഡ് പോവും. ആ വരുന്ന കേസിൽ ഹെഡ് മാറ്റിയിട്ടാലും നമുക്കത് ബാക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സിഗരറ്റിൻ്റെ കേസിൽ. കാരണം അത് പെട്ടെന്ന് ഹെഡ് പോകുന്നൊരു ടൈപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഓൺലൈൻ അന്വേഷിച്ചപ്പോൾ ഒക്കെ എല്ലാവരും ആ ഫോറത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇത് സിഗരറ്റിൻ്റെ കേസിലും ഹിറ്റാച്ചിയുടെ കേസിലൊക്കെ നല്ല എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക. WD ആണെങ്കിൽ പിന്നെ ഓക്കെ, ഇത് അത്യാവശ്യം ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ട് വരുന്നൊരു സെറ്റപ്പ് സാധനമാണ് WD എന്ന് പറയുന്നത്. സിഗരറ്റ് ഹിറ്റാച്ചിയൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക. ഇതിലുള്ള കംപ്ലയിൻറ്റ് ഇതിപ്പോൾ 500 GB കാണിക്കുന്നുണ്ടെങ്കിൽ കുത്തി കഴിഞ്ഞാൽ ഒരു 4 GB യൂസബിൾ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബയോസ് ഐസി ഉണ്ടല്ലോ, ബയോസ് പ്രോഗ്രാം റീസെറ്റ് ആവുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിനുള്ളിലുള്ള സാധനം പോയി എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് എങ്ങനെയാണ് അത് പാർട്ടീഷൻ ചെയ്തത്. അതായത് 500 GB 100 GB 200 GB അങ്ങനെയൊന്നും ഇതിനറിയുന്നില്ല. ആ ഒരു ലെവലാണ് അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇതുപോലൊരു ഡിവൈസ് ഉണ്ട്. ഇത് CP2102 എന്ന് പറയുന്ന സാധനമാണ്. വലിയ വിലയൊന്നുമില്ല, 10, 150, 200 ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സീരിയൽ പോർട്ട് ഉണ്ട് ഇവിടെ, ഒരു 4 പിന്നുള്ള. അതുവഴി ഇതിനെ ഫോർമാറ്റ്, ഇതിനെയല്ല ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യും. പക്ഷേ അത് ബോർഡ് പ്രശ്നമാണെങ്കിൽ, ബോർഡിന് ഫിസിക്കലല്ല, ഈ IC ഉള്ളിലുള്ള പ്രോഗ്രാമിൻ്റെ പ്രശ്നമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഉള്ളിൽ ഹെഡിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ഹെഡ് മാറ്റി വെച്ചിട്ട് ഈ ഡിവൈസ് കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് പിന്നെ ഹെഡ് അടിച്ചു പോകും. അവിടെ ചെയ്യുന്നത് ഇതിനെ വേറൊരു PC3000 എന്ന് പറയുന്ന 5 lakh ഒക്കെ അടുത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നല്ലൊരു സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു വാരി പറയുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല, എങ്കിലും അത്യാവശ്യം ടെക്നിക്കൽ ടേംസ് കുറച്ച് ആൾക്കെല്ലാം അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ കുറച്ച് ലെങ്തായി പോയി. അപ്പോൾ ഇത് ഓൾറെഡി റെഡിയാക്കി വെച്ചതാണ്, ബാഡ് സെക്ടറാണ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ഡാറ്റ അയാൾക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അയാളുടെ ഹാർഡ് ഡിസ്ക് ബാക്കിൽ കണക്ട് ചെയ്തു. അതായത് കോപ്പി ചെയ്യപ്പെടേണ്ട ഡെസ്റ്റിനേഷനിലോട്ട് ഈ കംപ്ലൈൻ്റ് ഉള്ള ബാഡ് സെക്ടറിലെ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു നല്ല ഡ്രൈവിൽ ഞാനൊരു 1 GB ഡാറ്റ കോപ്പി ചെയ്ത് വെച്ചു. നല്ലൊരു ഡ്രൈവിൽ 1 GB ഡാറ്റ കോപ്പി ചെയ്ത് വെച്ചിട്ട് ഞാൻ ക്ലോൺ ബട്ടൺ അടിച്ചു. അപ്പോൾ ഇതിലുള്ള 1 GB ഡാറ്റ ഇതിലേക്ക് ട്രാൻസ്ഫറായി. ഒപ്പം എന്ത് ചെയ്യും, ഈ ഡ്രൈവിനെ അത് ഫോർമാറ്റ് ചെയ്യും, രണ്ടാമത്തെ ഡ്രൈവിനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കമ്പ്യൂട്ടറിൽ ആക്സസ് കിട്ടാതിരുന്ന ഈ ഡ്രൈവ് ഫോർമാറ്റായി കിട്ടി. സോ എനിക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇതിനെ സിസ്റ്റത്തിൽ റീഡ് ചെയ്തിട്ട് ഏതെങ്കിലും റീപാർട്ടീഷൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി റീപാർട്ടീഷൻ ചെയ്ത് യൂസ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്തത്. അവരോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് എത്ര കാലം ഓടുന്ന അറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ്. അപ്പോൾ ബാഡ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതേ ആകെ ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക. ഈ സാധനം ഉള്ള ഒരാളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, വേറെ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിത് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അത്ര വലിയ കംപ്ലയിൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല, പുറത്തേക്ക് കൊടുക്കുക ചെയ്യുന്നത്. കാരണം നമ്മളത് ചെയ്തിട്ട് ഡാറ്റ ലോസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ അഴിച്ച് നോക്കരുത്, തുറന്ന് നോക്കരുത്, പണി കിട്ടും. ഓക്കെ. അപ്പോൾ ലാസ്റ്റായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ബാഡ് സെക്ടർ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതെങ്കിലും സ്പെസിഫിക് ഫോൾഡർ എടുക്കുമ്പോൾ സ്ലോ ആവുന്നുണ്ടെങ്കിൽ ബാഡ് സെക്ടറാണ്. സിസ്റ്റം ഓണായി വരാൻ ഭയങ്കര ലാഗ് ഉണ്ടെങ്കിൽ ബാഡ് സെക്ടർ ഇഷ്യൂ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ വരുന്ന കേസിൽ കമ്പ്യൂട്ടർ ഓൺ ആകുമെങ്കിൽ മാക്സിമം ഡാറ്റ വേറെ ഡ്രൈവ് മീൻസ് ഇതേ സെയിം ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ അല്ല, വേറൊരു ഹാർഡ് ഡിസ്കിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റിക്കോ. ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ പിന്നീട് അത് പെട്ടെന്നൊരു ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വരും. അതേപോലെ ഇതിനുള്ളിൽ നിന്ന് ഞാൻ നേരത്തെ കേൾപ്പിച്ച പോലെ ടിക് സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരയുന്ന സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അത് പ്രവർത്തിപ്പിക്കരുത്, പിന്നീട് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ അത് മാക്സിമം ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ട്
ഹെഡ് മാറ്റാൻ കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം റേറ്റ് ആവും. ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതേപോലെ സെയിം ഒരു ഹാർഡ് ഡിസ്ക് മേടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ വിലയും സർവീസ് ചാർജും കൊടുക്കുമ്പോൾ നല്ല വിലയാവും. അപ്പോൾ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാനുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക. മാക്സിമം സാധനം സൈഡിലോട്ട് മാറ്റിയിടുക. ഡാറ്റ ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. അത്യാവശ്യം നല്ല പൈസയാവുമെന്ന് വിചാരിക്കുക, എന്നിട്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ ഈ 3GB 4GB മാത്രമായിട്ട് സ്റ്റോറേജ് വരുന്ന കേസിൽ ഈ പറയുന്ന മെത്തേഡ് മോസ്റ്റ് കോമൺലി വർക്കിംഗ് ആണ്. പക്ഷേ അത് എല്ലാ മോഡലിനും അല്ല. അത് എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഡാറ്റ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസിൽ മാത്രം പരീക്ഷിക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യരുത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റി വിവരമുള്ളവർ വന്നിട്ട് ഞാൻ പറയുന്ന തെറ്റാണ് കാര്യമാണെന്ന് പറയരുത്. കാരണം എനിക്കറിയാവുന്ന മാക്സിമം ഇൻഫർമേഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഇതുപോലും അറിയാത്ത കുറച്ച് ആൾക്കാരാണ്, മീൻസ് കളിയാക്കല്ല, ഇതുപോലെ എത്താത്ത ആൾക്കാരാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ഇതിട്ടതാണ്. പിന്നെ ഹിറ്റാച്ചിയുടെ കേസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. എക്സ്പെർട്ടിൻ്റെ അടുത്ത് മാത്രം കൊടുക്കുക. ഹിറ്റാച്ച് സെഗേറ്റ് എക്സ്പെർട്ടിൻ്റെ അടുത്ത് കൊടുക്കുക. ഡബ്ല്യൂഡി നിങ്ങൾ വലിയ എക്സ്പെർട്ട് അല്ലാത്ത ആളുടെ അടുത്ത് കൊടുത്താലും വലിയ സീനില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടെങ്കിലും ഒരയുന്ന സൗണ്ട് ഉണ്ടെങ്കിലും സാധനം ഊരി മാറ്റി വെക്കുക. ഡാറ്റ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ സ്ലോ ആവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡാറ്റ കോപ്പി ചെയ്യുക. പെട്ടെന്നൊരു ദിവസം അത് വർക്കിംഗ് അല്ലാണ്ടാവും. ബാഡ് സെക്ടർ ആണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാം, കുറച്ച് കാലമെങ്കിലും റീയൂസ് ചെയ്യാം. ഈ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടെങ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം സർവീസ് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് ഡാറ്റ വേറെ ഹാർഡ് ഡിസ്കിലേക്ക് ഇട്ടിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഒരിക്കലും ഈ ഹാർഡ് ഡിസ്ക് പിന്നെ വർക്കിംഗ് കണ്ടീഷനിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, അതുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു 3-4 കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയി എന്നറിയാം. ആ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കമല്ല, ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ ഞാൻ നമ്പറുണ്ട്, അതിൽ മെസ്സേജ് അയയ്ക്കുക. അതേപോലെ സർവീസ് ചെയ്യാനുണ്ടെങ്കിൽ പറയുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പുറത്തുള്ള ഒരു ടീമിനായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ റേറ്റും കൂടും കാര്യങ്ങളും കൂടും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലുള്ള നമ്പറിൽ വരാം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ലെങ്ത് ആയിപ്പോയി, വീണ്ടും സോറി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലും നല്ലൊരു സംഭവമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.